അല്ല ഇവിടെ ഇപ്പോൾ പിന്നെ ഈ ഒ ബി സിയുടെയും അതുപോലെ തന്നെ എസ് സി എസ് ടിയുടെയും സംവരണം ഞങ്ങൾ നിലനിർത്തും എന്ന് പറയുമ്പോൾ ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ബ്രാഹ്മിൻസിൻ്റെ എതിർപ്പാണ്. ബ്രാഹ്മിൻസിന് വലിയ പ്രതിസന്ധി ഇക്കുറി ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കും. കാരണം പ്രത്യേകിച്ച് ബ്രാഹ്മിൻസ് അവർക്ക് റിസർവേഷൻ ആവശ്യപ്പെടുന്നൊരു ജനവിഭാഗമാണ്. ആരക്ഷൺ എന്നാണ് പറയുക. അപ്പം ഞങ്ങൾക്ക് സംവരണം വേണം എന്ന് ആവശ്യപ്പെടുന്നൊരു വിഭാഗമാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്ന അവിടെ. ക്ഷത്രിയരും അങ്ങനെ തന്നെയാണ്, ഈ ഭൂമിഹാർസ് അങ്ങനെയാണ്. ഈ വിഭാഗങ്ങളൊക്കെ ഈ പറയുന്ന ഒ ബി സിക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്കും സംവരണം നൽകുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിൽ ഖേദവും ദുഃഖവും അനുഭവിക്കുന്ന വിഭാഗമാണ്. അവരെ എപ്പോഴും അനുനയിപ്പിച്ചുകൊണ്ട് ഈ വിഭാഗത്തിനെതിരാക്കിയാണ് ബി ജെ പി വളരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ വലിയൊരു വോട്ട് ബാങ്ക് കോൺഗ്രസിലേക്കോ ഇന്ത്യ സഖ്യത്തിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമെന്നറിയുന്ന മോദി അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ബി ജെ പി ഒരു വലിയ പ്രതിസന്ധിയെ ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളുമായും ഈ ജമീന്ദാർ ഭൂമിഹാർ വിഭാഗങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ സുജയ പറഞ്ഞു ഈ പറയുന്ന 58 സീറ്റുകളിൽ വലിയ വിജയം കോൺഗ്രസ് നേടിയെടുക്കുമെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 58 സീറ്റുകളിൽ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുന്നതിനില്ല. ഇനി കഴിഞ്ഞ തവണത്തെ കാര്യം എടുത്തു നോക്കിയാൽ 40 സീറ്റ് ബി ജെ പി നേടി അവിടെ ഈ 58 സീറ്റുകളിൽ. ബാക്കി 18 സീറ്റുകൾ എന്ന് പറയുന്നത് എൻ ഡി എക്കാണ്, എൻ ഡി എയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള പാർട്ടികൾക്കാണ്, എക്സെപ്റ്റ് തൃണമൂൽ കോൺഗ്രസ്. ഇവിടെ ഇപ്പോൾ നോക്കൂ എന്താ സ്ഥിതി എന്ന് പറയുന്നത്. ഹരിയാനയിലും ഡൽഹിയിലും കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്യും. കഴിഞ്ഞ തവണ പെർഫോം ചെയ്യാതിരുന്ന പാർട്ടികൾ ഇപ്രാവശ്യം ഈ ഘട്ടത്തിൽ പെർഫോം ചെയ്യും. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്തിട്ടില്ല, അവരിക്കുറി നന്നായി പെർഫോം ചെയ്യും. ഹരിയാനയിലും ഡൽഹിയിലും പെർഫോം ചെയ്യും. ആർ ജെ ഡി കഴിഞ്ഞ തവണ പെർഫോം ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സീറ്റ് പോലും ആർ ജെ ഡിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 നടന്നത്. ആർ ജെ ഡി ഇക്കുറി പെർഫോം ചെയ്യും. അതേപോലെ തന്നെയാണ് പിന്നെ ബിജു ജനതാദൾ. ബിജു ജനതാദൾ രണ്ട് മുന്നണിയുടെയും ഭാഗമല്ല, പക്ഷേ ഒഡീഷയിൽ ജനതാദൾ പെർഫോം ചെയ്യും. ഈ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി പെർഫോം ചെയ്യും. അപ്പോൾ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ആർ ജെ ഡി എന്നീ 4 കക്ഷികൾ, അത് ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട കക്ഷികളാണ്. അവർ നന്നായി പെർഫോം ചെയ്യുന്നൊരു ഘട്ടമാണ് ഈ കടക്കാൻ പോകുന്നത്. അത് കുറയ്ക്കുക ബി ജെ പിയുടെ സീറ്റാണ്. കാരണം ബി ജെ പിയുടെ കൂടെയുള്ള ഏക ഘടകകക്ഷി തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവും, ക്ഷമിക്കണം, 2 ഘടകകക്ഷികളുണ്ട്, ജെ ഡി യുവും എൽ ജെ പിയുമാണ്. ജെ ഡി യുവും എൽ ജെ പിയും ഇക്കുറി ബീഹാറിൽ പെർഫോം ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നെ നഷ്ടം വരാൻ പോകുന്നത് ബി ജെ പിക്കാണ്. ആ അർത്ഥത്തിൽ ഈ ഘട്ടം വളരെ പ്രധാനമാണ്. വലിയ വെല്ലുവിളിയാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ നേരിടുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി 400 സീറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. 400 സീറ്റ് ആവർത്തിക്കും, അല്ലെ 400 സീറ്റ് അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം എന്ന് പറയാൻ ബാധ്യസ്ഥനായ നേതാവല്ലേ നരേന്ദ്രമോദി, ബാധ്യസ്ഥനായ നേതാവല്ലേ അമിത്ഷാ? അവർക്ക് ഇപ്പം ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ജൂൺ 1-ാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ പ്ലാൻ എ സക്സസ്ഫുൾ ആകില്ല എങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അവർ ഈ ഇലക്ഷനിൽ ഉടനീളം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നതമായ രാഷ്ട്രീയ ധാരണയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അവർ ഇത് പറയാൻ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പം ഈ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ, അത് പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ബി എസ് പി ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. 4 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ബി എസ് പിക്ക് കിട്ടിയത് ഈ ഭാഗത്തു നിന്നാണ്, ഈ പൂർവാഞ്ചൽ ഭാഗത്തു നിന്നാണ്. ആ 4 സീറ്റ് പ്രാവശ്യം ബി എസ് പിക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കാരണം ബി എസ് പി ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്. ഒരു സഖ്യകക്ഷിയും ബി എസ് പിക്കൊപ്പം ഇല്ല. അപ്പോൾ ബി എസ് പിക്ക് ഒറ്റയ്ക്ക് വിജയിച്ച് നേടാവുന്ന ഒരു മണ്ഡലം പോലും ഉത്തർപ്രദേശിൽ എവിടെയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 സീറ്റിലും ബി എസ് പി തോറ്റുപോകും. ഇവിടെ ബി എസ് പി ഒരു സ്പോയിലർ ആകും എന്നാണല്ലോ നമ്മൾ വിചാരിച്ചത്. അവിടെ ബി എസ് പിക്ക് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയ് 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി ബി എസ് പി അവരുടെ ഒരു പ്രമുഖ നേതാവിനെ പുറത്താക്കി. എന്തിനാണ് പുറത്താക്കിയതെന്നറിയോ? ചെറിയ കാര്യമൊന്നുമല്ല. ആനന്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് എന്നാണ്. അദ്ദേഹം മായാവതിയുടെ നെഫ്യൂ ആണ്, മായാവതിയുടെ അനന്തരവനാണ്. അതായത് ആ മായാവതിയുടെ അനന്തരവനെയാണ് ഡിസംബർ 23-ാം തീയതി 2023, കഴിഞ്ഞ വർഷം ഡിസംബർ 23-ാം തീയതി, അതായത് 5 മാസം മുമ്പ് തൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത്. മായാവതിയുടെ അനന്തരവനെയാണ് പ്രഖ്യാപിച്ചത്. ഈ 8-ാം തീയതി മായാവതി ആ പോസ്റ്റിൽ നിന്ന്, അതായത് നാഷണൽ കൺവീനർ പോസ്റ്റിൽ നിന്ന് ഈ ആനന്ദിനെ പുറത്താക്കി. എന്തിനാണ് പുറത്താക്കിയതെന്നറിയാവോ? ആനന്ദ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. ആ പ്രസംഗം എന്തായിരുന്നു? അദ്ദേഹം ആദിത്യനാഥ് ഗവൺമെൻറ്റിനെ വിളിച്ചു ബുൾഡോസർ ഗവൺമെൻറ് എന്ന് വിളിച്ചു. ഈ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ബുൾഡോസർ ഗവൺമെൻറ്റാണ്. ഇവന്മാർ ട്രെയിറ്റേഴ്സാണ്, ഇവർ വഞ്ചകരാണ്, ഇവർ 16,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് നടത്തിയവരാണ്. ഇവിടുത്തെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം 16,000 കിഡ്നാപ്പിംഗ് ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സർക്കാരിനെ വിശ്വസിക്കരുത് എന്ന് ഈ പറയുന്ന ആനന്ദ് പ്രചാരണം നടത്തി. സീതാപൂരിലാണ് ഈ പ്രചാരണം നടത്തിയത്. ആനന്ദിനെ അപ്പം തന്നെ പുറത്താക്കി. ഇനി ഇയാളല്ല എൻ്റെ ഹെയർ അപ്പാരൻറ്റ്, എൻ്റെ പിൻഗാമി ഇയാളല്ല എന്ന് മായാവതി പ്രഖ്യാപിച്ചു.
അതോടുകൂടി മായാവതിയുടെ മുഴുവൻ ഫോളോവേഴ്സിനും എന്താണ് മായാവതി പ്രതിനിധാനം ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് ബോധ്യപ്പെട്ടു. അഥവാ ആ ദളിത് വിഭാഗങ്ങൾക്ക് വരാണല്ലോ ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്കിന് കൃത്യമായി ബോധ്യപ്പെട്ടു ഈ മായാവതി എന്ന് പറയുന്ന കഥാപാത്രം BSP എന്ന് പറയുന്ന പാർട്ടി BJPക്ക് വിടുപണി ചെയ്യുകയാണ്, അത് നമുക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് BSPന് ഒരു സ്പോയിലർ ഫാക്ടറും ആകില്ല. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പൂർവാഞ്ചൽ പ്രദേശത്തും ഒരു ഇഫക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല BSP. അവിടെയും നഷ്ടം വരാൻ പോകുന്നത് BJPക്കാണ്. അതുകൊണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദി 350 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടും, അമിത്ഷാ പ്ലാൻ ബിയുടെ ആവശ്യമില്ല, പ്ലാൻ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കത്വം എനിക്കില്ല. ഈ രാജ്യത്ത് വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ മാറ്റത്തിൻ്റെ ചൂട് ആദ്യം ബോധ്യപ്പെട്ട 2 നേതാക്കളാണ് ഞാനത് ആദ്യം മുതൽ പറയുന്നുണ്ട്, നരേന്ദ്രമോദിയും അമിത്ഷായും. അതുകൊണ്ട് ഈ നിലയില്ലാ കയത്തിൽ കിടന്ന് കാലിട്ടടിക്കുന്നത് പോലെ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട്, ഈ റിസർവേഷൻ്റെ പേരിലുള്ള തട്ടിപ്പ് പറഞ്ഞുകൊണ്ട്, അത്തരത്തിലുള്ള ഭിന്നതയുണ്ടാക്കി എന്തെങ്കിലും 4 സീറ്റും 4 വോട്ടും തങ്ങളുടെ ഭാഗത്തേക്ക് വരുത്താൻ കഴിയുമോ എന്നുള്ള അന്തിമ പരിശ്രമമാണ് നടക്കുന്നത്. രാമൻ ഒരു ഇഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ഒരു അഭിനവ രാമനായിട്ട് തന്നെ പ്രതിഷ്ഠിക്കുന്ന, ഇപ്പോഴാണ് കേട്ടോ പ്രാണപ്രതിഷ്ഠ നടന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രാണപ്രതിഷ്ഠയാണ് നടന്നിരിക്കുന്നത്. ആ പ്രാണപ്രതിഷ്ഠ അദ്ദേഹത്തെ ദൈവമായി പ്രഖ്യാപിച്ച് അദ്ദേഹം തന്നെ പിന്നെ ആ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾ ദൈവം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അത്ഭുതകരമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വോട്ടെടുപ്പിൽ. Meet the editors.